Multiple sequence alignment using Clustal Omega. Clustal Omega എന്ന് പറയുന്ന ഓൺലൈൻ ഇന്റർഫേസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സെഷനിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സസൈസ് നമുക്ക് നോക്കാം. ഡു എ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ഓഫ് പ്രോട്ടീൻ സീക്വൻസ് ഓഫ് മയോഗ്ലോബിൻ ഓഫ് 5 ഡിഫറെന്റ് ഓർഗാനിസംസ്. 5 വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസംസിന്റെ മയോഗ്ലോബിൻ പ്രോട്ടീൻ സീക്വൻസിന്റെ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഓർഗാനിസംസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. മസ് മസ്കുലസ്, ദാറ്റ് ഈസ് ദ കോമൺ ഹൗസ് മൗസ്, ദെൻ റാറ്റസ് നോർവീഗസ്, ദാറ്റ് ഈസ് ദ കോമൺ റാറ്റ്, ദെൻ സസ്ക്രോഫ, ദാറ്റ് ഈസ് ദ വൈൽഡ് ബോർ, ദെൻ ബോസ്റ്റോറസ്, the common cattle variety, then Icoscabalus, that is the modern horse variety. So these are the organisms selected for doing multiple sequence alignment. This particular process of doing multiple sequence alignment involves several steps. Step 1. Download the FASTA sequence of myoglobin protein of the organisms concerned from the NCBI website. ഇപ്പോൾ NCBIയിൽ നിന്ന് നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓർഗാനിസത്തിന്റെ എല്ലാം മയോഗ്ലോബിൻ പ്രോട്ടീൻ സീക്വൻസിന്റെ ഫാസ്റ്റ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതൊരു നോട്ട് പാഡിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, നോട്ട് പാഡിൽ അങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ സീക്വൻസിനെ, ഫാസ്റ്റ സീക്വൻസസിനെ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ദ സീക്വൻസസ് ഇൻ നോട്ട് പാഡ്. അങ്ങനെ എഡിറ്റ് ചെയ്ത സീക്വൻസസിനെ സ്റ്റെപ്പ് 3ൽ ക്ലസ്റ്റൽ ഒമേഗ ഇന്റർഫേസിലേക്ക് അപ്ലോഡ് ചെയ്യുക. ദെൻ റൺ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ്. ഇപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഇനി നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓർഗാനിസത്തിന്റെ മയോഗ്ലോബിൻ പ്രോട്ടീൻ സീക്വൻസിന്റെ ഫാസ്റ്റ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് NCBIയുടെ ഇന്റർഫേസിലേക്ക് പോവാം. NCBI എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നാഷണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷന്റെ ആ പർട്ടിക്കുലർ വെബ്സൈറ്റ് കിട്ടും. അതിനകത്ത് അതിൻ്റെ ഹോം പേജ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അതിനകത്ത് പ്രോട്ടീൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡ്രോപ്പ് ബോക്സിനകത്ത് ഇവിടെ ക്വറി കൊടുക്കുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മയോഗ്ലോബിൻ എന്ന് ടൈപ്പ് ചെയ്യുക. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കിന് പിന്നെ എൻട്രി ചെയ്താൽ മതി, അല്ലെങ്കിൽ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസൾട്ട് വരും. അപ്പോൾ നമ്മൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴേക്കിന് നമ്മൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓർഗാനിസത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മയോഗ്ലോബിൻ സീക്വൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ആദ്യത്തെ പേജിനകത്ത് നമ്മൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഓർഗാനിസത്തിൻ്റെയും മയോഗ്ലോബിൻ സീക്വൻസ് ഇല്ല. അപ്പോൾ അടുത്ത നെക്സ്റ്റ് പേജിലേക്ക് പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ നെക്സ്റ്റ് പേജിന് വേണ്ടിയിട്ടുള്ള നാവിഗേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജ് വരും. അടുത്ത പേജ് വരുമ്പോഴേക്കിന് നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഓരോ ഓർഗാനിസത്തിൻ്റെയും നോക്കുക. ഇവിടെ നമുക്ക് ഇക്കോസ്കബാലസിനെ കിട്ടിയിട്ടുണ്ട്, മയോഗ്ലോബിൻ ഇക്കോസ്കബാലസ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇനി റാറ്റസ് നോർവീജിക്കസ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്നുണ്ട്, അതും നമുക്ക് വേണ്ടതാണ്. അപ്പോൾ 2 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ളത് മസ് മസ്കുലസ്, അതും നമുക്ക് വേണ്ടതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സീക്വൻസും ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ആ ചെക്ക് ബോക്സ് നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ സസ്ക്രോഫ അതും കിട്ടിയിട്ടുണ്ട്, അതും ചെക്ക് ചെയ്യുക. ദെൻ ബോസ് ടോറസ് അതും ഉണ്ട്. അപ്പോൾ 5 ഓർഗാനിസത്തിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എൻട്രീസ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാസ്റ്റ ഫോർമാറ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പേജിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോവുക. ടോപ്പിൽ സമ്മറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സമ്മറി എന്ന് പറയുന്ന ഓപ്ഷൻ. അത് ഒരു ഡ്രോപ്പ് മെനു ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കിന്, താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കിന് പല ഓപ്ഷൻസ് വരും. അതിനകത്ത് ഫാസ്റ്റ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഫാസ്റ്റ ടെസ്റ്റ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോഴേക്കിന് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിരിക്കുന്ന ആ സീക്വൻസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാസ്റ്റ ഫോർമാറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരും. അതായത് എല്ലാ ഓർഗാനിസത്തിൻ്റെയും ഒരു സിംഗിൾ ഡൗൺലോഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ കോപ്പി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കോപ്പി ചെയ്ത് നോട്ട് പാഡിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോട്ട് പാഡ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ട് പാഡിനകത്ത് പേസ്റ്റ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നോട്ട് പാഡിലേക്ക് പേസ്റ്റ് ചെയ്ത ആ പർട്ടിക്കുലർ സീക്വൻസിനെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഡിറ്റ് ചെയ്യണം. നോട്ട് പാഡിൽ വെച്ച് തന്നെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി
അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേറ്റർ ദാൻ സൈന്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആക്സഷൻ നമ്പർ, അത് കഴിഞ്ഞിട്ട് മോളിക്യൂളിൻ്റെ നെയിം, പിന്നെ ഒരു ബ്രാക്കറ്റിനകത്ത് ഓർഗാനിസത്തിൻ്റെ നെയിം, ജനറിക് സ്പെസിഫിക് നെയിം അല്ലെങ്കിൽ ഫുൾ സയൻറ്റിഫിക് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇങ്ങനെയാണ് ഓരോ സീക്വൻസും ഇവിടെ ഫാസ്റ്റ ഫോർമാറ്റിൽ എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്യുമ്പോഴേക്കിന് നമുക്ക് വേണ്ടത് ഈ ഗ്രേറ്റർ ദാൻ സൈന്, ആദ്യത്തെ ആ ഗ്രേറ്റർ ദാൻ സൈന് അതുപോലെ തന്നെ വേണം. പിന്നെ ഈ ഓർഗാനിസത്തിൻ്റെ പേരും വേണം. ബ്രാക്കറ്റ്സോ ബാക്കിയുള്ള കാര്യങ്ങളോ ആക്സഷൻ നമ്പറോ മോളിക്യൂളിൻ്റെ നെയിമോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഗ്രേറ്റർ ദാൻ സൈൻ നിർത്തിക്കൊണ്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നു, ഇൻക്ലൂഡിങ് ബ്രാക്കറ്റ്സ്. ഇനി ബാക്കി ഉള്ളത് ഓർഗാനിസത്തിൻ്റെ പേരാണ്, ബൈനോമിയൽ നെയിമാണ്, ജനറിക് സ്പെസിഫിക് നെയിം. അപ്പോൾ ഇതിൻ്റെ ജീനസ് സ്പീഷീസ് നെയിമിൻ്റെ ഇടയ്ക്കുള്ള ആ സ്പേസ് കളഞ്ഞുകൊണ്ട് അവിടെ ഒരു അണ്ടർസ്കോർ അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കുക. ഇതേപോലെ എല്ലാത്തിൻ്റെയും ചെയ്യുക. എല്ലാ ഓർഗാനിസത്തിൻ്റെയും ഗ്രേറ്റർ സൈൻ നിർത്തുക, ദെൻ ബ്രാക്കറ്റ്സ് മൊത്തം കളയുക, ജനറിക് സ്പെസിഫിക് നെയിമിൻ്റെ ഇടയ്ക്ക് ഒരു അണ്ടർസ്കോർ കൊടുക്കുക. അപ്പോൾ അത് എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ഓർഗാനിസത്തിനെയും ഇങ്ങനെ എഡിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ക്ലസ്റ്റൽ ഒമേഗയിലേക്ക് ഇതിനെ എൻ്റർ ചെയ്യുമ്പോഴേക്കിന് അത് പ്രോപ്പറായിട്ട് ഈ പർട്ടിക്കുലർ ഫയലിനെ റീഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനെ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ എഡിറ്റ് ചെയ്ത ആ പർട്ടിക്കുലർ നോട്ട് പാഡിലുള്ള സീക്വൻസിനെ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം ഇനി ഫൈലിപ്പ് പോലുള്ള പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഫൈലോജനറ്റിക് ട്രീ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള സീക്വൻസ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തൊട്ട് തന്നെ ഈ പ്രൊസീജിയർ മൊത്തം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഓൾറെഡി സേവ് ചെയ്യുവാണെങ്കിൽ ആ ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എഡിറ്റഡ് ഫാസ്റ്റ എന്നും പറഞ്ഞ് സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് സേവ്ഡ് ആയിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ സീക്വൻസുകളെ മൊത്തം കോപ്പി ചെയ്യുക. ഇതിനെ മൊത്തം കോപ്പി ചെയ്തിട്ട് ഇനി നമ്മൾ നമ്മുടെ വെബ് ബ്രൗസർ ഓൺ ആക്കണം. അതിനകത്ത് നമ്മൾ ക്ലസ്റ്റൽ ഒമേഗ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം, ക്ലസ്റ്റൽ ഒമേഗ. അപ്പോൾ അത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് വരും. ക്ലസ്റ്റൽ ഒമേഗയുടെ ഇൻ്റർഫേസിലേക്ക് പോവുക, www.ebi.ac.uk. ഫസ്റ്റ് റിസൾട്ട് തന്നെയാണ് ക്ലസ്റ്റൽ ഒമേഗയുടെ ഇൻ്റർഫേസ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കിന് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എൻ്റർ ഓർ പേസ്റ്റ് എ സെറ്റ് ഓഫ് പ്രോട്ടീൻ എന്നുള്ളതാണ് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് DNA RNA ഒക്കെ ഇൻപുട്ട് ചെയ്യാം. നമ്മളിവിടെ പ്രോട്ടീൻ സീക്വൻസ് ആണ് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ ഡിഫോൾട്ടായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഇവിടെ സീക്വൻസ് ഇൻ എനി സപ്പോർട്ടഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിലേക്ക് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കോപ്പി ചെയ്ത ആ സീക്വൻസിനെ മൊത്തം, എഡിറ്റ് ചെയ്ത സീക്വൻസിനെ മൊത്തം ഇവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഫയലായിട്ട്, ടെസ്റ്റ് ഫയലായിട്ട് സേവ് ചെയ്തിട്ട് അതിനെ ഇവിടെ അപ്ലോഡ് ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അപ്ലോഡിങ് ഓപ്ഷൻസ് കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, ജസ്റ്റ് ഇതിനെ പേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന അതിലേക്ക് പോവുക, ഔട്ട്പുട്ട് ഫോർമാറ്റ്. അപ്പോൾ ക്ലസ്റ്റൽ ഒമേഗ വിത്ത് ക്യാരക്ടർ കൗണ്ട്സ് എന്നുള്ളതാണ് ഡിഫോൾട്ട്. അപ്പം നമ്മൾ അതല്ല ഉപയോഗിക്കുന്നത്. നമുക്ക് ഫൈലിപ്പ് പ്രോഗ്രാമിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈലിപ്പ് ഫോർമാറ്റിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഫൈലിപ്പ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. ദെൻ ഏറ്റവും സ്റ്റെപ്പ് 3 ഏറ്റവും താഴേക്ക് വരുമ്പോഴേക്കിന് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ്. അപ്പോൾ അത് നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡൊക്കെ അനുസരിച്ചിട്ട് ഇത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് നടത്താൻ കുറേ സമയമൊക്കെ എടുക്കും. അത് അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൗൺലോഡ് ഫയൽ വരാൻ കുറേ സമയമൊക്കെ എടുക്കും. അപ്പോൾ ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അലൈൻമെൻറ്റ് നടത്തിയ ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പല പോയിന്റ്സിൽ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സീക്വൻസിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡൗൺലോഡ് അലൈൻമെൻറ്റ് ഫയൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സീക്വൻസ് മാത്രമായിട്ട് ഇവിടെ വരും. അപ്പോൾ ഇതാണ് ആ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് നടത്തിയ ഫയൽ ഫോർമാറ്റിലുള്ള
സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്, അലൈൻമെൻറ്റ് ഫയൽ. അപ്പോൾ അതിനെ നമ്മൾ കോപ്പി ചെയ്യുക, പിന്നീട് നോട്ട് പാഡിലേക്ക് പോവുക, ഒരു പുതിയ നോട്ട് പാഡ് ഉണ്ടാക്കി അതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാം. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻ്റ് ആണ്. MSA ഫയൽ ഫോർമാറ്റ് എന്നും പറഞ്ഞ് വേണമെങ്കിൽ സേവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സേവ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് ക്ലസ്റ്റർ ഒമേഗ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി. ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാസ്റ്റ സീക്വൻസ്, ആ പർട്ടിക്കുലർ പ്രോട്ടീൻ്റെ ഫാസ്റ്റ സീക്വൻസ് വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ NCBയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. പിന്നെ നോട്ട് പാഡിൽ അത് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ആ എഡിറ്റിംഗ് ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്യണം. പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കണം എഡിറ്റ് ചെയ്യേണ്ടത്. ഇനി എഡിറ്റ് ചെയ്ത ആ പർട്ടിക്കുലർ സീക്വൻസിനെ സ്റ്റെപ്പ് 3 ക്ലസ്റ്റർ ഒമേഗയ്ക്കകത്ത് അപ്ലോഡ് ചെയ്യുക. പിന്നെ ഔട്ട്പുട്ട് ഫയൽ ഫോർമാറ്റിലാക്കി റൺ ചെയ്യുക, മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് റൺ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് യൂസിങ് ക്ലസ്റ്റർ ഒമേഗ.